നമ്മൾ പോകുന്ന ഗ്രാമത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? 7000 കണ്ടി. അനിൽ രാധാകൃഷ്ണ മേനൻ എഴുതി ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. കുഞ്ചാക്കോ ബോബൻ, നെടുമുടി വേണു, റീനു മാത്യൂസ്, സണ്ണി വെയിൻ, ഭരത് എന്നിവരാണ് ഇതിലെ ലീഡ് റോൾസിൽ എത്തിയിരിക്കുന്നത്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ യുണൈറ്റഡ് മീഡിയയുടെ ബാനറിൽ പ്രേം മേനനാണ്. ഈ ഫിലിം ഒരു ബ്യൂട്ടിഫുൾ ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ്. ഒരുപാട് കാണാനും ആസ്വദിക്കാനും ഉള്ളൊരു ചിത്രം. കാട്ടിനുള്ളിൽ നടക്കുന്ന ഒരുപാട് കാഴ്ചകൾ അതിമനോഹരമായിട്ട് തന്നെ ഈ ഫിലിമിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. മൃഗങ്ങളെ കൊന്നും മരങ്ങൾ വെട്ടിയൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്കുള്ളൊരു വാർണിംഗ് കൂടെയാണ് ഈ ഫിലിം. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയിൽ നേച്ചർ എന്തൂസിയാസ്റ്റ് ഫിലിപ്പോസ് ജോൺ വർക്കിയുടെ റോളിലെത്തുന്നത് കുഞ്ചാക്കോ ബോബനാണ്. റിട്ടയർഡ് ഡിഫൻസ് സെക്രട്ടറി CK മേനന്റെ റോളിലെത്തുന്നത് നെടുമുടി വേണു. അതുപോലെ ഗൺ ടെസ്റ്റിംഗ് എക്സ്പേർട്ട് മധുമിത കൃഷ്ണനായി എത്തുന്നത് റീനു മാത്യൂസ് ആണ്. പിന്നെ സ്ട്രീറ്റ് മജീഷ്യൻ ഭീരനായി എത്തുന്നത് സണ്ണി വെയിൻ. അഡ്വഞ്ചർ ലവ് ഷൺമുഖം ഇളങ്കോവനായി എത്തുന്നത് ഭരത്. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയർ അനന്തകൃഷ്ണൻ അയ്യറായി എത്തുന്നത് ജേക്കബ് ഗ്രിഗറി. പിന്നെ പ്രൊഫസർ നീലകണ്ഠനായി എത്തുന്നത് ചെമ്പൻ വിനോദ്. അതുപോലെ തന്നെ ഗൈഡ് മഹാദേവന്റെ റോൾ ചെയ്യുന്നത് സുധീർ കരവനയാണ്. ഇവരെല്ലാവരും ചേർന്ന് നശിപ്പിക്കപ്പെടാൻ പോകുന്ന 7000 കണ്ടി എന്ന പേരുള്ള ട്രൈബൽ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ കഥയുടെ പ്ലോട്ട്. ഫിലിമിൽ കുഞ്ചാക്കോ ബോബനും ചെമ്പൻ വിനോദും അതുപോലെ തന്നെ സുധീർ കരമനയാണ് ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ ചെയ്തിരുന്ന ഒരു ടൈറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് കുഞ്ചാക്കോ ബോബനും ചെമ്പനും ഈ ഫിലിമിൽ ലഭിച്ചിരിക്കുന്നത്. നെടുമുടി വേണു, റീനു മാത്യൂസ്, സണ്ണി വെയിൻ, ഭരത്, ജേക്കബ് ഗ്രിഗറി എല്ലാവരും അവരവരുടെ റോൾസ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടാതെ ദിവ്യദർശൻ, സുഭിക്ഷ, നെബിൻ ബെൻസൺ എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റ്. അനിൽ രാധാകൃഷ്ണ മേനനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും. ഈ ഫിലിം ഡീൽ ചെയ്യുന്നത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്റ്റോറിയെയാണ്. ഒരു ഫ്രഷ് തീമാണ് ഈ ഫിലിമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെത്തുന്ന ഒരു മലയാളം ഫിലിമാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്നും വേണം പറയാനായിട്ട്. ഒരു യൂഷ്വൽ മലയാളം ഫിലിമാണെന്ന് പറയാൻ യാതൊരു നിവൃത്തിയുമില്ല. വളരെയധികം അഡ്വഞ്ചറസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണിത്. പിന്നെ ഈ ഫിലിമിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ജയേഷ് നായറിൻ്റെ സിനിമറ്റോഗ്രഫി തന്നെയാണ്. അത് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കാടിൻ്റെ ഭംഗിയും പച്ചപ്പും ഒക്കെ ഈ ഫിലിമിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. മലയാളം സിനിമ ഇന്നേ വരെ കണ്ടതിൽ വെച്ചും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓം സ്റ്റേഷൻ സൗണ്ട് ഡിസൈൻ വളരെ ഭംഗിയായിട്ട് തന്നെ കാടിൻ്റെ ഒരു ആംബിയൻസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഫിലിമിനൊരു ക്ലാസി ടച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ മനോജ് കന്നോത്തിൻ്റെ എഡിറ്റിംഗ് പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഫിലിമിൻ്റെ VFXും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും വളരെ വലിയൊരു അപ്ലോസ് അർഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചതിൽ. റെക്സ് വിജയൻ്റെ മ്യൂസിക് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഈ ഫിലിമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഡെബ്യൂട്ടൻ്റായ സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഗംഭീരം തന്നെയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന ഈ ചിത്രം ഒരു നെവർ സീൻ ബിഫോർ മൂവി തന്നെയായിരിക്കും മലയാളി പ്രേക്ഷകർക്ക്. Mammootty sir and Mohanlal sir I haven't worked because I haven't, I mean like